കാലവർഷം പടിവാതിക്കൽ എത്തി. ഏകദേശം 20ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. എന്താണെന്നല്ലേ, ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് കഴിഞ്ഞ വർഷം ഈ പ്രശ്നങ്ങളുണ്ടായപ്പം താൽക്കാലികമായിട്ട് ഈ ഇടിഞ്ഞ ഭാഗത്തൂടെ വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മണൽച്ചാക്ക് നിറച്ച് വെച്ചതാണ്. അത് മൊത്തം പൊട്ടി നിരന്ന് നാശമായി കിടക്കുക. ഇത് ഈ സ്ഥലത്തെ പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ഉദ്യോഗസ്ഥരുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ജൂൺ 25-ാം തീയതിയാണ് ഇതിൽ ഗർത്തം കണ്ടെത്തിയത്. ആ ഗർത്തം കണ്ടെത്തി ആ ഗർത്തത്തിന് താഴെ ഏകദേശം 20ഓളം വീടുകളിലായി ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അതിലെ 2 വീട്ടുകാരെയാണ് അന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ പദ്ധതി നിശ്ചലമായി ഇരിക്കുകയാണ്. അതിനൊരുപാട് കാര്യങ്ങൾ ഉണ്ട്, കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ട്രൂ മീഡിയ കേരള ഇവിടെ വന്നെത്തിയിരിക്കുന്നത് ഇവിടെ താമസിക്കുന്ന, ഈ കനാലിൻ്റെ താഴ്വശങ്ങളിൽ താമസിക്കുന്ന ഒരു 20ഓളം കുടുംബങ്ങളുണ്ട്. അവരുടെ ആശങ്കകൾ അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഈ ബാരാപ്പോളിൻ്റെ കനാലിൻ്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി നമ്മളിതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം LDF സർക്കാരായിരുന്നു. മന്ത്രിയൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഇവിടെ വന്ന് കണ്ടു കേട്ട് എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞു പോയി. പക്ഷേ 1 വർഷത്തോളമായി ഈ കനാല് പൊട്ടി വെള്ളം ഒഴുകി. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ തൊട്ടടുത്ത് ഈ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ് അവരതിപ്പോൾ പുതുക്കിപ്പണിതു. ഇവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ വെള്ളം മുറ്റത്തൂടെ എല്ലാം ഒഴുകി ഉറവ പോലെ വന്ന് അവിടെയും പ്രശ്നമായി. അവരെയൊക്കെ മാറ്റി പാർപ്പിച്ചു. എന്നാലും 1 വർഷത്തോളമായി യാതൊരു അനക്കവുമില്ല. ഇപ്പോൾ അറിയാൻ സാധിച്ചു, ഇവിടെ ഒരു സർവേ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അറിയാൻ സാധിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കനാലിൽ KCBക്കാർ പറയും കനാലിൽ വെള്ളമില്ല, ഉൽപ്പാദനമില്ല, ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷേ ഇവിടെ ഒരു 1.5 കിലോമീറ്ററോളം ഈ കനാലിൻ്റെ ഭാഗങ്ങളിൽ തോടുകളുണ്ട്. അതുപോലെ മഴക്കാലത്ത് മേലേന്ന് വെള്ളം ഒഴുകി ഈ കനാലിൽ ചാടി ഈ പൊട്ടിയ ഭാഗത്തുകൂടെ വീണ്ടും ഈ വെള്ളം ഒഴുകി താഴോട്ട് വരുന്ന ഒരു പ്രതിഭാസം നിലവിലുണ്ട്. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് ഇവിടുത്തെ MLA ആയിരുന്ന സണ്ണി ജോസഫ് സാറിൻ്റെയും അതുപോലെ വാർഡ് മെമ്പറുടെയും ബ്ലോക്ക് മെമ്പറുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അന്ന് കുറച്ച് മണൽച്ചാക്ക് കൊണ്ടുവന്ന് മണൽച്ചാക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 1/2 അടിയോളേ പൊക്കം വരുന്നുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ താഴെയാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ആശങ്കയാണ്. മഴ പെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ നമ്മൾ ഉരുൾ പൊട്ടി സംഭവമൊക്കെ ഉണ്ടായപ്പം KCBക്കാർ രാത്രി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൈവിട്ടു, നിങ്ങളെങ്ങോട്ടാണെന്ന് രക്ഷപ്പെട്ടാണ്. രാത്രിക്ക് 1 മണിയായപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ കാരണവന്മാരുണ്ട്, ചെറിയ പിള്ളേരുണ്ട്. ഇവരെയൊക്കെ എടുത്തിട്ട് നമ്മളെങ്ങോട്ട് പോകാനാണ്? അതേ പ്രതിഭാസം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഈ പാലഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം ഇതിലേ വരുള്ളൂ. ഈ താഴ്ഭാഗത്തൊന്നും ജീവിക്കാൻ ഈ ആൾക്കാരൊന്നും ബാക്കിയുണ്ടാവുന്നത് തന്നെ നമുക്ക് സംശയമാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കനാലിൽ മഴക്കാലത്ത് വരുന്ന വെള്ളം, അത് ഒന്നെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്ത് ആ വെള്ളം തിരിച്ച് താഴോട്ട് ആ ഇടിഞ്ഞ ഭാഗത്തൂടെ വീഴാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ മെമ്പറോടൊക്കെ പറഞ്ഞു. മെമ്പർ അന്നേരം പറഞ്ഞത് ഈ ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ ഇതൊക്കെ കഴിയുമ്പം അവരോട് പറഞ്ഞ് KCBക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാമെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ ഈ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമുള്ള ഏരിയ
ഞങ്ങൾക്ക് ആർക്കും അത് നിലനിന്ന് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിർത്തിപ്പോകണമെന്ന് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് നടത്തി തരണം. അതുപോലെ തോട്ടിൽ നിന്നാണേലും തോട് കവിഞ്ഞ് മഴക്കാലത്തൊക്കെ പറയാനുള്ളത്. ബാരാപ്പോൾ കനാലിൻ്റെ ഇതിപ്പം ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുള് പൊട്ടിയായിരുന്നു. ഉരുള് പൊട്ടി ഈ കനാലിൻ്റെ അങ്ങേ ഭാഗത്തുനിന്ന് വെള്ളം കനാലിൽ കൂടെ ഒഴുകി വന്ന് കനാല് ബ്ലോക്ക് ആവുകയും ഇവിടുന്ന് ഞങ്ങൾ മാറി താമസിക്കുകയും ചെയ്തു. അതിപ്പോൾ ചിലപ്പോൾ ഈ വർഷവും അതേപോലെ വന്നു കഴിഞ്ഞാൽ ഇതിവരൊന്നും ചെയ്തിട്ടില്ല. ഈ കനാലിൽ കൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ താഴെ താമസിക്കുന്നവരെന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ മഴക്കാലം വരാൻ പോവുകയാണ്. കാലവർഷം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തണം എന്നതാണ് പറയുന്നത്. നാട്ടുകാരുടെ ആശങ്കകൾ ഓരോരുത്തരുടായി ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രൂ മീഡിയ കേരള. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മുൻ വാർഡ് മെമ്പർ, അയ്യരുകുന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും നമ്മുടെ ഈ ബാരാപ്പോളിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളുമാണ്. സാറേ നമസ്കാരം. ഇപ്പം കാലവർഷം ഈ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്ക വളരെ വലുതാണ്. ഏകദേശം 10-20 കുടുംബങ്ങൾ അടുത്തുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ഒരു നിമിഷത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് പെട്ടെന്നായിട്ട് ഉണ്ടാവുന്നത്? ആ ഗർത്തത്തിൻ്റെ താഴെ ഏകദേശം 20ഓളം വീടുകളിലായി ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അതിലെ 2 വീട്ടുകാരെയാണ് അന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. ഇന്ന് അവർ വീണ്ടും തിരിച്ച് ആ വീടുകളിലേക്ക് വന്നു. ഒരു ശരിക്കും പറയാം ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അത്രയും വെള്ളം, കനാലിൽ കൂടെ വരുന്ന വെള്ളം ഈ ഇവിടുത്തെ നാട്ടുകാർക്ക് അധികൃതരോട് പറയാനുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആശങ്കകളാണ് ഇത്. ഇപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം പേരാവൂർ നിയോജക മണ്ഡലത്തിലാണ് ഈ ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഉള്ളത്. അതോടൊപ്പം തന്നെ പേരാവൂരിൻ്റെ MLA ആണ് വൈദ്യുത മന്ത്രി. അപ്പോൾ ബാരാപ്പോളിന് ഇനി നല്ല ശുഭപ്രതീക്ഷകൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും അവർ ട്രൂ മീഡിയയോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ടീം ട്രൂ മീഡിയ ബാരാപ്പോളിൽ നിന്നും. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.